ഗുഡ് മോർണിംഗ് ഗായ്സ്. നല്ല വെയിലുണ്ട്. ഇത്രയും നേരത്തെ ഞാൻ എണീക്കുന്നത് ഇവിടുന്ന് ആദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിക്ക് എണീച്ച് ഇന്നലെ കടന്നുറങ്ങിയിട്ടില്ല. ഇന്ന് പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ എവിടേക്കായിരിക്കും എന്ന് നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടാവുമല്ലോ. അപ്പോൾ 2024 നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് ന്യൂ ഇയർ മര്യാദക്ക് ആഘോഷിച്ചിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിൻ്റെ കൂടെ ആയാലും ഞാൻ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ ഇത് ഒറ്റയ്ക്ക് പോയി ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. അതതിൻ്റെ തുടക്കമാവട്ടെ. അപ്പം ഇനി ബുർജ് ഖലീഫിൻ്റെ മുന്നേ നമുക്ക് കാണാം അടുത്ത വീഡിയോ. അപ്പം ഈ വീഡിയോ നമുക്ക് ദോഹ ടു ഷാർജ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്. സോ ഇപ്പം ഏകദേശം 7:53 ആയിട്ടുള്ളൂ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കാലാവസ്ഥ. ഞാൻ പോകുന്ന നേരത്ത് നല്ല കാലാവസ്ഥ തന്നു. അപ്പം ഇനി എയർപോർട്ട് വെച്ചിട്ടാണ്. JFK എയർപോർട്ടിലേക്ക് കയറണമായിട്ട് ന്യൂയോർക്ക് JFK എയർപോർട്ട് തന്നെ ടെർമിനൽ, ഫസ്റ്റ് ടെർമിനൽ. 7 ടെർമിനലുണ്ട്. അവരത് ഇന്ന് യാത്രയാക്കി ഒരു ഹഗ്ഗൊക്കെ ചെയ്ത് അങ്ങനെ എന്താ എക്കണോമി എൻട്രി അത് ഇതിൻ്റെ അതേഴ്സിലാണ്, ലാസ്റ്റിലാണ്. അങ്ങോട്ട് പോവാം. 10 മാസത്തിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. ഓ, ആലോചിക്കാശിൻ്റെ സന്തോഷം. അങ്ങനെ ഗൈസ് കഴിഞ്ഞു. അങ്ങനെ സാധനം കിട്ടിയിട്ടോ. ഇതെല്ലാം കഴിഞ്ഞു. ഈ ബി ഗേറ്റിലേക്ക് പോകണം. ആ സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് പോകണം. അങ്ങനെ ഫൈനലി ഐ എം ഗോയിങ് ടു മൈ ഹോം, മൈ സെക്കൻഡ് ഹോം. കാരണം സെക്കൻഡ് ഹോം എന്ന് പറയാൻ കാരണം ഞാൻ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് അടിച്ചത് ദുബായിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഹോമാണ്. ഇത് തേർഡ് ഹോമാണ്. ഫിഫ വേൾഡ് കപ്പിന് വരാൻ കഴിഞ്ഞില്ല. ദോഹ എക്സ്പോക്കാണ് ഇപ്പോൾ വരാൻ കഴിഞ്ഞത്. കൊടുത്തു. ഇനി മറ്റേ ഒരു ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതൊന്ന് പോയി കാണുന്നുണ്ട്. പക്ഷേ എവിടെയെന്ന് അറിയില്ല. പോയി നോക്കാം. നമുക്ക് എന്തായാലും പറഞ്ഞ് നോക്കാം. ഞാൻ 2 പ്രാവശ്യം അത്രയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ 2 പ്രാവശ്യം എനിക്ക് സാധനം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രാവശ്യം കാണാൻ ടെർമിനൽ 1 അങ്ങനെയാണ് പോണത്. അതിൻ്റെ പല ആൾക്കാരും പിന്നെ എടുക്കാൻ അങ്ങനെ പോവുക. നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആണ് 45 മിനിറ്റ്. ഷാർജയിലെ വെതർ കൊണ്ട്. ഇവിടെ ലോങ് ഫ്ലൈറ്റ് എടുക്കുന്നവർക്ക്, ഈ ലെയർ നന്നായിട്ടുള്ളവർക്ക് എന്ത് എക്സ്പ്ലോർ ചെയ്യാറ് കടന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ 2 ആൾക്കാരെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരാൾ മേലിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം മനസ്സിലായില്ല. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? മേ ബി എന്തെങ്കിലും ഉണ്ടാവും. ഇതൊരു രക്ഷയില്ല കേട്ടോ. വെള്ളം നന്നായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് മെയിൻ്റനൻസ് ഉണ്ട്. നല്ല വൃത്തിയുണ്ട് കാണാൻ. അടിപൊളിയായിട്ടുള്ള സാധനം. അയ്യോ, വാട്ടർഫോൾ കണ്ടില്ലല്ലോ. വെള്ളം അങ്ങനെ ചാടുന്നതൊന്നും ഉണ്ടല്ലോ, അതും കണ്ടിട്ടില്ല. അപ്പോൾ ഗാർഡനോട് ഞാൻ വന്നു കഴിയുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇനി കാണാം. ലൂയിസ് വാൾട്ടൻ്റെ ഷോപ്പാണ്. ആപ്പിളിൻ്റെ സ്റ്റോർ പോലെ ഉണ്ടല്ലോ, മറ്റേ സിംഗപ്പൂരിലായിരിക്കും. ഗാർഡൻ അടിപൊളിയായിരുന്നു. നല്ല ഫോട്ടോ എടുത്ത് എനിക്കൊരാൾ. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന് വളരെ നന്ദിയുണ്ട്. കാരണം ഒരാളില്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ സുഖം കിട്ടില്ല.
ഒരാളെ കൂടി വേണം. അങ്ങനെ കഴിഞ്ഞ അടുത്തത് ട്രാമിൽ കയറിയിട്ട് നേരെ BO2 പോകണം. ഇതിപ്പോൾ Aയും Cയും ആണ് ഇവിടെ ഉള്ളത്. ഇനി Bയിലേക്ക് പോയിട്ട് വേണം ഫ്ലൈറ്റ് കയറാൻ. ഫ്ലൈറ്റ് ഡിലേ ആണ്, ഇപ്പോഴും 45 മിനിറ്റ് ഡിലേ ആണ്. എന്തായാലും ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയത്, അല്ലെങ്കിൽ അതും പറ്റില്ല. ഇത് നടന്നൊരു വൈക്കോ കാലല്ലെങ്കിൽ വേദന ഉണ്ട്. അയ്യോ ഇത് ഡൗണോ, ഞാൻ മേലൊക്കെ കയറേണ്ടത് അങ്ങനെ പറ്റിച്ചു. അപ്പോൾ പോവാം, മേലെ കയറാം, തിരിച്ചതേ വഴി മേലെ കയറാം. അങ്ങനെ ഇതിൽ കയറാം. ഇത് Aയും Bയും ആണ് ഇതിലുള്ളത്, കണ്ടോ, Aയും Bയും ആണുള്ളത്. ശരിക്കും അപ്പുറത്തിൽ കയറണം. പൊളി, അപ്പുറത്തിൽ കറങ്ങില്ല. ഇവിടെ തന്നെ ഇരിക്കാം. അപ്പുറത്തുണ്ട്, അപ്പുറത്തിൽ കയറാൻ. അതാ കറക്റ്റ്. അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കിടക്കുന്നത് കോഴിക്കോടിലേക്ക് പോകാനാണ്. 16 വർഷം പഴക്കമുണ്ട്. ബോയിങ്ങിൻ്റെ 16 വർഷം പഴക്കമുള്ള ഇന്ത്യൻ രജിസ്ട്രേഷൻ ബോയിങ് 737-800 മാക്സ് ആണത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ദുബായിലേക്കുള്ള ദുബായ് ഉണ്ട്, അതും സെയിം ഫ്ലൈറ്റ് തന്നെയാണ്, 737-800 മാക്സ്. അതിൻ്റെ ഫേവറേറ്റ് ഫ്ലൈറ്റ് 777, ബോയിങ്ങിൻ്റെ 777-ഉം എയർബസിൻ്റെ A380 ആണത്. എങ്ങോട്ടാ അറിയില്ല പോകുന്നത്. പ്രാവശ്യം കയറണം അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ. പിന്നെ മേൽഭാഗം ഫസ്റ്റ് ക്ലാസ്സും ബാക്കിൽ ബിസിനസ് ക്ലാസ്സും അടിയിൽ എക്കണോമിയും പ്രീമിയം എക്കണോമിയാണ് വരുന്നത്. വേറെ ലെവൽ ഫ്ലൈറ്റ് അല്ലേ. ഇത് ഇസ്ലാമാബാദിൽ നിന്ന് വരുന്നത് 6 വർഷം പഴക്കമുള്ള ഖത്തർ എയർവേസിൻ്റെ A350 ആണിത്. ഏഴ് വർഷം പഴക്കമുള്ള എയർ അറേബ്യൻ്റെ A320 എന്ന ഫ്ലൈറ്റാണ്. UAE രജിസ്റ്റേർഡ് ഫ്ലൈറ്റാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അതാ അങ്ങ് നേരം വൈകി വരുന്നു. ഇനി നിങ്ങൾ ഓൺ ടൈമിന് പോകാൻ പറ്റുമോ നോക്കാം, ഓൺ ടൈമിന് ലാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഏതൊക്കെ കുവൈത്ത് എയർലൈൻസ് ആണല്ലോ രണ്ടും, ഡ്രീം ലൈനറും ഒരു A320. എൻ്റെത് 25A ആണ്. ലാസ്റ്റിലാണ് ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട് നന്നായി. ഫ്ലൈറ്റ് ഫുള്ളാണ്, പലർക്കും അവിടെ ഇവിടെയൊക്കെ തന്നെ കിട്ടിയത്. അപ്പം മാക്സിമം നിങ്ങൾ ക്രൂവിൻ്റെ അടുത്തുനിന്ന് പറയാം, അവിടെ ഇവിടെ ബുക്ക് ചെയ്ത് തരാതൊക്കെ. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. അൽഹംദുലില്ലാ, വെരി എക്സൈറ്റഡ്. ലെഗ് സ്പേസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. A320 സോ നോക്കാം. ലെഗ് സ്പേസ് ഇത് ഓക്കെയാണ്. ഇതൊക്കെ എപ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് ഇന്നെ എടുത്തു. ശരി, ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈയിൽ ഇത് കാണാം കേട്ടോ, സിനിമ ഒക്കെ കാണാം. വിസിബിലിറ്റി കുറവാണ് ഇതിന്, ഒരു പോരാ, സുഖമില്ല. ഇതും ഇത് ഓക്കെയാണ്, ഇത് പിന്നെയും ഓക്കെയാണ് എനിക്ക് തോന്നുന്നത്, പിന്നെയും ഓക്കെയാണ്. ഇത് തീരെ പോരാ, അയ്യോ ഒരു അലമ്പ്. നല്ല ഷീറ്റാട്ടോ, അത്യാവശ്യം നല്ല സീറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. നല്ലൊരു സിമ്പിൾ, എന്താ പറയുക, നല്ല സോഫ്റ്റ്. ഇതൊക്കെ എടുത്ത് മാറ്റിയും തോന്നുന്നുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, കൊള്ളാം. ബൈ ബൈ ഖത്തർ. ഇനി അടുത്ത കൊല്ലം കാണാം. 2024 എന്തായാലും വരും ഒരു കണക്ഷനായിട്ട്.
ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് കിട്ടി. കുറച്ച് ഫ്രൂട്ട്സാണ്, ഇതുണ്ടോ ഫ്രൂട്ട് സലാഡ്, നല്ല തോന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു നല്ല കുപ്പി വെള്ളം. ഓ ഇത് നല്ല കളർ സൂക്കുണ്ട് കാണാൻ. ഇത് പിടിച്ച് ഇത് ഇനി കൈക്കാൽ പിടിക്കണം, നല്ല രസമുണ്ട്. ഓക്കെ, പിന്നെ അവർക്ക് ഒരു ടിഷ്യൂ, അങ്ങനെയാണ്. നല്ല സർവീസ് ആട്ടോ. ഞാനത് പ്രീ ബുക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അങ്ങനെ ഷാർജയിൽ ലാൻഡ് ചെയ്തു. എല്ലാവരും ഞാൻ ലാസ്റ്റ്, എൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാരുള്ളൂ, പക്ഷെ ഓൾമോസ്റ്റ് തീർന്നു. താങ്ക് യു. കോളി മാൻ. ഷാർജ എയർപോർട്ടിൽ അങ്ങനെ വീണ്ടും ഇത് നൈറ്റിലേക്കാണ് ഞാൻ വന്നത്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. മോർണിംഗിൽ ഇങ്ങനെയൊന്നും കിട്ടണ ആദ്യമായിട്ടാണ്. ഫ്ലൈറ്റ് ഏതാ നോക്കണേ എവിടേക്കുള്ളതാണ്. ഇത്രയും ലോങ് ആയിരുന്നു അല്ലേ. ഇനി ബാഗേജ് കളക്ട് ചെയ്യണം, ഒരുപാട് പണിയുണ്ട്. ഒരു ഇൻഡിഗോ പ്ലസ് ലാൻഡ് ചെയ്തിരുന്നു. ഇവിടെ ഇനി അടുത്ത് ഇമിഗ്രേഷൻ ബാഗ് കളക്ട് ചെയ്യണം, ഒരുപാട് പണിയുണ്ട്. വാ സുഖമുണ്ട്. അങ്ങനെ ബാഗേജ് കളക്ട് ചെയ്യണം. ഫൈനലി ബാഗേജ് കളക്ട് ചെയ്തു. ഒരു കഥ പറയാണ്ട് കാറിലകത്ത് കയറട്ടെ, എന്നിട്ട് കഥ പറയാം. അങ്ങനെ ഗൈസ് ഫൈനലി കാറും കിട്ടി, റഷീദ്ക്കനെയും കിട്ടി. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇനി വീട്ടിലേക്ക് പോവാം. ഒരു കഥ ഉണ്ട്, വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഭയങ്കര ബ്ലോക്ക്, ബടാ ബ്ലോക്ക്. ഓ ഫൈനലി കഴിഞ്ഞ കൊല്ലതേമാതിരി ഞാൻ ഇവിടുന്ന് പോയതാണ്. അപ്പോൾ ഇവിടെ JCB ഒക്കെ വന്ന് മണ്ണൊക്കെ മാതിയിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ മാഷാ അല്ലാഹ് വേറെ ലെവലായിക്കണ്. നേരെ 4 മണിയായി, ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് നേരം എത്തിയിട്ടുള്ളൂ. നീ പോയി കടന്നുറങ്ങട്ടെ. കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കടന്നുറങ്ങി എണീച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം ഇന്ന് രാത്രി. നാളെ രാവിലെ എണീച്ച് പോകാനുള്ളതാണ്. അങ്ങ് ദുബായ് ഡൗൺ ടൗണിലേക്ക് പോകാനുള്ളതാണ്. നോക്കാം. ഓക്കെ, ഞാൻ വീട്ടിലെത്തി. നല്ല ക്ഷീണമുണ്ടായിരുന്നു. കഥ പറഞ്ഞുതരാം എങ്ങനെ എന്താ സംഭവിച്ചതെന്നുള്ളത്. വീഡിയോ ജസ്റ്റ് കുറച്ച് ലാഗ് ഉണ്ടാവും ഇത് എഡിറ്റ് ചെയ്ത് പ്രോസസ്സായി വരണമെങ്കിൽ. കാരണം ഒരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുതലുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും എന്താ പറയുക, നന്നായിട്ട് ഹെഡേക്ക് ഉണ്ടായിരുന്നു. ഒരു മന്ദപ്പായിരുന്നു. പോവാന്നുള്ളൊരു സങ്കടത്തോടു കൂടി ഉള്ളൊരു ഇതായിരുന്നു. സോ എന്താ പറയുക, ഓഫീസിലൊന്നും വല്ലാണ്ട് എൻജോയ് ചെയ്തിട്ടില്ല. എല്ലാവരെയും ഹഗ് ചെയ്ത് ഒന്ന് സലാം പറഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴും തല കുത്തി പറിക്കൽ നിന്നിട്ടില്ല. ഞാൻ നേരെ എനിക്ക് കുറച്ച് പർച്ചേസിങ് കൂടി ഉണ്ടായിരുന്നു. ഒരു ഷൂസ് വാങ്ങി. അപ്പം അങ്ങനെ അതിന് കുറച്ച് നേരം വൈകി. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഒന്ന് കാണാൻ പോയി. വേറൊരു യാത്ര പറഞ്ഞിട്ടില്ലായിരുന്നു, അപ്പോൾ അവരൊന്ന് യാത്ര പറഞ്ഞു. അത് കഴിഞ്ഞ് 11 മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്ക്. പിന്നെ ഫുഡ് കഴിച്ച് നേരെ കടന്നുറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല, തല കുത്തി പൊറുക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഒരു സുഖമില്ലായിരുന്നു ഇന്നലെ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഉറങ്ങി. ഒരു കുറച്ച് നേരം ഉറങ്ങി. 7 മണിക്ക് ഞാൻ അലാറം വെച്ചു, എണീച്ചു,
കുളിച്ച് മാറ്റി എല്ലാം ചെയ്ത് കഴിഞ്ഞു. പെട്ടിയൊക്കെ തലേന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഒറ്റ പെട്ടി ഉണ്ടായിരുന്നുള്ളൂ, 12.5 കിലോനായിരുന്നു ഇട്ടത്. എൻ്റെ ഡ്രസ്സ് മാത്രമുള്ളായിരുന്നു, അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത്രേ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. സോ ദുബായിലേക്ക് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഹ ടു ഷാർജ എയർ അറേബ്യ എയർലൈൻസ് ആയിരുന്നു. 6-7 വർഷം പഴക്കമുള്ള വിമാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം പറ്റി. അതായത് 10 മണിക്കാണ് ഫ്ലൈറ്റ് എടുക്കേണ്ടത്. ഷാർജയിലെ കാലാവസ്ഥ കൊണ്ട് എന്താ പറയുക, നേരം വൈകി, ഡിലേ ആയി, 1.5 മണിക്കൂർ ഡിലേ ആയി. സോ പോസ്റ്റ് ഇമ്മാതിരി പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല. ആ പോസ്റ്റ് ആയതുകൊണ്ടും വളരെയധികം നന്ദിയുണ്ട് എയർ അറേബ്യ. അതുകൊണ്ട് എന്തേ ഞാൻ ദോഹ എയർപോർട്ടിലുള്ള കുറച്ച് കാഴ്ചകളും മെട്രോ ട്രാമിലൊക്കെ കയറി അവിടുത്തെ ഗാർഡൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കുറച്ച് വീഡിയോസ് അവിടെ നിൽക്കാൻ പറ്റി, ഫോട്ടോസ് ഒരാൾ എടുത്തു തന്നു. ദെൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞങ്ങളതിൽ കയറി. 12 മണിക്ക് 1 മണിക്ക് കേട്ടോ, 12 മണിയായപ്പോഴത്തേന് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് 1 മണിയായപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത്. ഇവിടുത്തെ UAE ടൈം 2 മണിക്കെത്തി, കറക്റ്റ് 1:50. ഞാൻ ലാസ്റ്റ് ബാക്ക് സീറ്റിലല്ലേ, 25A അപ്പോൾ ലാസ്റ്റ് ഇറങ്ങി. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് 2 ഏതോ രാജ്യക്കാരാണ്, സംസാരം ഒന്നും മനസ്സിലാവില്ല. ഒരാണെങ്കിൽ എണീക്കണമില്ല ഇരിക്കണമില്ല, ഒരു തരം ടീം. ഒന്ന് ഇറങ്ങുമല്ലോ, അറ്റ്ലീസ്റ്റ് എത്തിയെങ്കിലും ഒന്ന് എണീക്കുമല്ലോ, അതൊന്നുമില്ല. അങ്ങനെ ലാഗായി. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ അതിനായിട്ട് ഈ ഫ്ലൈറ്റ് റഡാറിൽ നോക്കിയിട്ട് ഞാൻ ഏത് ഫ്ലൈറ്റിൽ ഏത് സീറ്റ് ബുക്ക് ചെയ്യണം. സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. സീറ്റ് അവസാനത്തേക്ക് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഒന്ന് ബുക്ക് ചെയ്തത്, കൺഫേം ചെയ്തത്. കാരണം നമുക്ക് ഞാൻ എപ്പോഴും ലാൻഡ് ചെയ്യുമ്പം ആ ഒരു പേൾ ഖത്തർ കാണാൻ കഴിഞ്ഞിട്ടില്ല ഫ്ലൈറ്റിൽ നിന്ന്, എപ്പോഴും കടല കാണാം. അപ്പോൾ പേൾ ഖത്തറായിട്ട് ഞാൻ സീറ്റ് എന്ത് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 25A ഞാൻ ബുക്ക് ചെയ്ത് അങ്ങനെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ശരിക്കും എനിക്കിവിടെ ഞാൻ ഷാർജ എയർപോർട്ടിൽ എനിക്ക് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, നല്ല സൗണ്ട് ഉണ്ടാവും. തൊട്ടടുത്ത് ഇതാണ് ഷാർജ എയർപോർട്ടാണ്, നല്ല സൗണ്ട് ഉണ്ട്. സോ ഞാൻ സ്മാർട്ട് ഗേറ്റ് വഴിയാണ് വന്നത്. ഖത്തറിലും UAEയിലും സ്മാർട്ട് ഗേറ്റ് വഴിയാണ്. സിമ്മ് കിട്ടിയില്ല എനിക്ക്. പാസ്പോർട്ട് കൺട്രോളിൻ്റെ അവിടെ പോയി കഴിഞ്ഞ് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ സിമ്മ് കിട്ടണതാണ്, പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. ഞാൻ സ്മാർട്ട് ഗേറ്റ് വഴി വന്നപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക്, പഞ്ചടിച്ചില്ലല്ലോ, എങ്ങനെ സ്മാർട്ട് ഗേറ്റ് വഴി വന്നത്. 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. പെട്ടെന്ന് തീരുമാനമായി. ഞാനൊരു മണിക്കൂറോളം എടുക്കുമെന്ന് വിചാരിച്ച്. നല്ല ക്യൂ ആണ് അവിടെ, ആ ഒരു പാസ്പോർട്ട് കൺട്രോൾ അല്ല. അപ്പോൾ ഞാൻ നേരെ ആ ബോർഡൊക്കെ നോക്കി. നേരെ ഞാൻ ആദ്യമായിട്ടാണ് ഷാർജ എയർപോർട്ടിൽ ഇറങ്ങുന്നത്. ഞാൻ ലേ ഓവർ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇറങ്ങിയിട്ടില്ല. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്ത് സ്മാർട്ട് ഗേറ്റ് വഴി വന്ന് ലഗേജ് ഒക്കെ ഓൾറെഡി അവിടെ വന്നിട്ട് വേറെ ആൾ എടുത്ത് വെച്ച് പോയിട്ടുണ്ട്, അവിടെ ഇട്ടേച്ച് പോയിട്ടുണ്ട്. ഞാനത് എടുത്ത് പോന്ന്. പിന്നെ കാറ് വന്നത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ എന്നിട്ട് അറൈവലിൽ ഇറങ്ങിയിട്ട് ഡിപ്പാർച്ചറിൻ്റെ ഇതിലേക്ക് കയറി അവിടെ പോയിരുന്നു പോസ്റ്റ്. അവിടെ വൈഫൈ യൂസ് ചെയ്ത് എന്താ പറയുക നമ്മൾ കളിച്ചു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, ഞാൻ ലാൻഡ് ചെയ്ത് സ്റ്റോറിയൊക്കെ ഇട്ടു. സോ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പം രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, തീരുമാനമായി. രാവിലെ ഫുഡ് ആകെ ഒരു കട്ടൻ ചായ കുടിച്ചാൽ വന്നത്. സോ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ പ്രീ ഓർഡർ ചെയ്ത ഒരു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അത് മാത്രമാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ വയറ് ഭയങ്കരമായിട്ട് ഒരു എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു, ബിരിയാണി കഴിച്ചു. ഫിഷ് ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം വിശക്കുന്നതുകൊണ്ട് ആ ഒരു ഇത്തിരി ചോറൊന്നും ആയിട്ടില്ല. ഒരു ഫുൾ ചിക്കൻ കിട്ടിയപ്പോൾ ആവൂല, അത്രയും വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ 2 മണിക്ക് 3 മണിക്കല്ല ഇവിടെ എത്തുന്നത്. ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ബലത്തുമേലാണ് ഇത്രയും നിന്നത്. പിന്നെ ഇപ്പം നൈറ്റായി, 3:30 ഞാൻ ഫുഡ് കഴിച്ച് നേരാണ്ട് റസൂരി ഒറ്റ കിടക്കൽ. ആ കടത്തണ്ട് ഉറങ്ങിയതാണ്. മൊബൈലിൽ ചാർജ് വെച്ചാണ്ട് സൈഡിൽ ലാപ്ടോപ്പിൽ പാട്ടിട്ട് ഞാൻ പാട്ടിട്ടുണ്ട് കടന്നുറങ്ങി. പിന്നെ എണീക്കുന്ന 9:30 UAE ടൈം 9:30 എണീച്ചു. എന്നാലും ഒരു ഫ്രഷ് ആയിട്ടില്ല, ഒരു സുഖം കിട്ടിയിട്ടില്ല. ഇനി അടുത്ത സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഒന്ന് കുളിക്കണം. അതിൻ്റെ വിശേഷങ്ങൾ നാളെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വേണം ഒന്ന് കടന്നുറങ്ങാൻ. ഒന്നും കൂടി നാളെ വീഡിയോ എഡിറ്റ് ചെയ്യണം.
ചെറുതായിട്ടൊരു കുറച്ച് ലാഗ് വന്നിട്ടുണ്ടാവും. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നു. ഞാൻ തോന്നെ ഒരു 10 മാസത്തോളം ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാതെ നിന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു എനിക്ക് ആദ്യം സംസാരിക്കുമ്പോൾ പേടിയുണ്ട്, എന്താണ് എങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. കാരണം 10 മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത്, ആ ഒരു വീഡിയോ ഇട്ടത്. അതിൻ്റെ തന്നെ എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് ഫുൾ ഇൻറ്റൻഷൻ. ഞാൻ ജോബ് വേറെ, ഇതിൻ്റെ പാഷനാണ്, പ്രൊഫഷൻ വേറെ, പാഷൻ വേറെ. ആ പാഷന് വേണ്ടിയിട്ട് എൻ്റെ ഫുൾ ആത്മാർത്ഥത ഞാൻ അതിൽ കാണിച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഈ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, റീൽസ് ഇടാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ട്രിപ്പുകൾ ഇക്കൊല്ലം കഴിഞ്ഞു. 2023 29-ാം തീയതി ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 29-ാം തീയതിയാണ്. സോ 2024 15 അല്ലെങ്കിൽ 50 കൺട്രീസോ ഞാൻ എന്തായാലും കറങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഉണ്ടോ 15 പറഞ്ഞാൽ എൻ്റെ മിനിമം ബേസ് ലെവലാണ്. കാരണം 15 minutes ട്രാവൽ 15 Pro Max എടുത്താണ്ട് 15 minutes ട്രാവൽ 15 കൺട്രീസിൽ പോവാറിന് അത്രയും സന്തോഷമാണ്. സോ 2023 അവസാനത്തെ കൺട്രിയാണിത് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ട്രിപ്പായിട്ട് വരും. സോ ഫുഡ് കഴിച്ചു, ഇനി കടന്നുറങ്ങാം. സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഒന്ന് ചാടി പൊളിച്ച് ഒന്ന് കടന്നുറങ്ങാം. രാവിലെ നേരത്തെ എണീച്ചിട്ട് വേണം ഡൗൺ ടൗണിലേക്ക് പോകാൻ. സോ see you soon tomorrow. This for today.